30 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ പാരീസ് എത്താൻ. കഴക്കൂട്ടത്ത് നിന്ന് തമ്പാനൂരേക്ക് പോകുന്ന ദൂരം. ഗൈസ്, ഇതാണ് കാത്തിയുടെ പഴയ വീട്. നമ്മളിങ്ങനെ കാത്തിയുടെ പഴയ വീട്ടിൽ. സോ ഈ റൂമിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പണ്ട് വീഡിയോ കോൾ ചെയ്തത്. നമ്മളിവിടെ മുകളിലെത്തി. കാത്തിനോട് താഴോട്ട് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്തെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇറന്നല്ല, കുറച്ച് സുവനീറായിട്ട്. പാരീസിൽ വന്നിട്ട് നമ്മൾ സുവനീർ പൊളിച്ചോ, എനിക്ക് മനസ്സിലായില്ല. അടിച്ച് പൊളിച്ചോ. ജോൺ വിക്ക് 4-ലെ ക്ലൈമാക്സ് ഫൈറ്റ് സീൻ ഉണ്ടല്ലോ, ജോൺ വിക്ക് കുറേ വില്ലന്മാരായിട്ടുള്ള ആ ഫൈറ്റ് ചെയ്തതാണ് ഈ കാണുന്ന സ്റ്റെപ്സ്. ഇതിൻ്റെ ഒരു ഫോണോ ഷോപ്പാണ്. ഷോപ്പ് ഞാൻ കാണിച്ചു തരാം. ഗുഡ് മോർണിംഗ് യൂട്യൂബ്. സോ ഇന്നൊരു സുദിനമാണ്. പറയാൻ കാരണം നമ്മുടെ എല്ലാവരുടെ സ്വപ്നമായ സിറ്റി ഓഫ് ലവ്, സിറ്റി ഓഫ് ലൈറ്റ്, സിറ്റി ഓഫ് പിന്നെ എന്തൊക്കെ പാരീസ്. അതെ, ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ തലസ്ഥാനം. നമ്മളിന്ന് പാരീസിലേക്ക് പോവുകയാണ്. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഏകദേശം കുറച്ച് 2 മാസത്തോളം ആയെങ്കിലും പാരീസിൽ ഇതുവരെ പോയില്ല. കാരണം ഇവരുടെ വീട് പാരീസിൽ നിന്നും ഏകദേശം 600 കിലോമീറ്റർ ദൂരെയാണ് കാത്തിയുടെ വീട്. സോ ഇന്ന് ഞാനും കാത്തിയും കൂടെ ഒരുമിച്ചാണ് പാരീസിലേക്ക് യാത്ര. 600 കിലോമീറ്ററിലധികമുണ്ട്. നമ്മൾ രാവിലെ 2 മണിക്ക് ഇറങ്ങിയതാണ്. 2 മണിക്ക് അവിടെ നിന്ന് യാത്ര തിരിച്ചു. ഇപ്പോൾ സമയം 9 എന്തായാലും ഇനിയും ഒരു 2-2.5 മണിക്കൂർ എടുക്കും പാരീസ് എത്താൻ. കാത്തിയാണ് ഫുൾ ഡ്രൈവിങ്. ഇത്രയും ദൂരം ഒറ്റയ്ക്ക് ഇരുന്ന് ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. എനിക്കിവിടെ ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല, ലൈസൻസ് ഇല്ല, അതുകൊണ്ടാണ് പ്രശ്നം. നമ്മളിപ്പോൾ എന്തായാലും അവിടെ എത്തും. നമ്മളൊരു 3 ദിവസത്തേക്ക് പ്ലാനാണ്. 3 ദിവസത്തെ പാരീസ് ട്രിപ്പ്. അവിടെ 3 ദിവസം നൈറ്റ് ഒരു ഹോട്ടലിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ സ്റ്റേ ചെയ്യുന്നു. 3 ദിവസം കഴിഞ്ഞ് സ്ഥലങ്ങളെല്ലാം കണ്ട് തിരിച്ചു വരും. ഇതൊരു പ്ലാൻ. സോ അപ്പം ബാക്കി പാരീസിലെത്തിയിട്ട് കാണാം. നമ്മൾ വരുന്ന വഴിയെല്ലാം അടിപൊളി കാഴ്ചകളാണ്. കാരണം ഇവിടെ മൊത്തം കാസിലുകളാണ്. എവിടെ നോക്കിയാലും ഓരോ കാസിലുകളാണ്. അപ്പോൾ കാത്തി പറയുന്നത് പണ്ട് ഇവരുടെ ഫ്രാൻസ് മൊത്തം ചെറിയ ചെറിയ രാജാക്കന്മാരുടെ ചെറിയ ചെറിയ രാജഭരണങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഓരോ കാസിലുകൾ ഉണ്ടാക്കും. എവിടെ നോക്കിയാലും കാസിലാണ്. പിന്നെ കൂടുതലും ഇതുപോലെയുള്ള പുൽമൈതാനങ്ങൾ, കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്നവർ, അങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ്. മൊത്തത്തിലൊരു അടിപൊളിയാണ്. Want to say something? I'm tired. കാരണം അവള് രാത്രി 2 മണിട്ട് വണ്ടി ഓടിക്കുന്നു. 9 മണിയായി. ഫുൾ ടൈം ഡ്രൈവിംഗ് അല്ലേ. പിന്നെ ഒരു കാര്യം, ഇവിടെ എല്ലാ ഹൈവേയിൽ പോകുമ്പം എബോവ് 1 ടണ്ണൊക്കെയാണ് സ്പീഡ്. 1 ടൺ 130. സോ വണ്ടി എന്തായാലും പെട്ടെന്ന് പോകും. അപ്പോൾ നമ്മളിപ്പോൾ പാരീസ് എത്തിയിട്ട് ബാക്കി കാഴ്ചകൾ കാണിച്ചു തരാം. നമ്മളങ്ങനെ പാരീസ് അടുക്കാറായപ്പോഴാണ് കാത്തിക്ക് ഭയങ്കര ഗൃഹാതുരത്വം അനുഭവപ്പെടുന്നത്. കാരണം കാത്തി ഒരു 1.5 വർഷം മുമ്പ് താമസിച്ചിരുന്ന ഇവിടെയാണ്. അതിനുശേഷമാണ് ഇവർ അങ്ങോട്ട് സ്വിറ്റ്സർലൻഡ് ബോർഡറിലോട്ട് പോയാൽ. ഇവിടെ വന്നപ്പോൾ ഫുൾ നൊസ്റ്റാൾജിയ. കാത്തി, യു ഹാവ് നൊസ്റ്റാൾജിയ? Sorry? You have nostalgia? What is that? Nostalgia. Yes, I feel like I feel nostalgia, but also some homesickness because it's where I lived all my life. You know, like most of So my... you're happy to come here again? Yeah, of course. You know, like it's reminding me so much memories. Just this road like this is normal for you, but I feel so happy to see that the road again. Like it's been almost 2 years for me. So you know. നമ്മളെന്തായാലും അവിടെ പോയിട്ട് കാത്തിയുടെ പഴയ വീട് കൂടെ ഒന്ന് കാണും. ഓക്കെ ഗായ്സ്, ഇനി വെറും 30 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ പാരീസ് എത്താൻ. നമ്മുടെ കഴക്കൂട്ടത്ത് നിന്ന് തമ്പാനൂരേക്ക് പോകുന്ന ദൂരം. പാരീസ്. സോ ലൈഫിൽ ഒരിക്കലെങ്കിലും വരണമെന്ന് വിചാരിച്ച സ്ഥലമാണ് പാരീസ്. അങ്ങനെ അത് അവസാനം നടക്കാൻ പോകുന്നു. What is this place, Kathy? That's the hospital I was born. Yeah. We took the wrong way. Kathy ജനിച്ച ഹോസ്പിറ്റലാണ് ഈ കാണുന്നത്. പാരീസിലുള്ള ഓഴ്സേ നഗരത്തിലെ ഹോസ്പിറ്റൽ. കാത്തിയുടെ വില്ലേജിൽ, ഇത് വില്ലേജ് അല്ല, ഇത് പാരീസ് ടൗണിൽ നിന്നൊരു 20 കിലോമീറ്റർ ഇപ്പുറത്തുള്ള ഒരു സ്ഥലം. ഇവിടെയാണ് കാത്തി ജനിച്ച് വളർന്ന് 2 വർഷം മുന്നേ വരെ താമസിച്ചിരുന്നത്. അപ്പോൾ അത് മൊത്തം നൊസ്റ്റാൾജിയ അയവിറക്കിക്കൊണ്ട് വണ്ടി ഓടിക്കുകയാണ്. അല്ലേ കത്തി?
Nostalgia. Kuruchu, but Kuruchu would be light, so a lot. So on the left here, I Okay. used to go from 12 to 15, 16. Mm. And so that's all the place I used to go sometimes. And we are going towards my home. There's the police station over there. That's the place where your mom working? No, it's another place far away. നമ്മളങ്ങനെ കാത്തിയുടെ പഴയ വീട്ടിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. കാത്തി ഭയങ്കര ഹാപ്പിയാണ് പഴയ വീട്ടിലേക്ക് വരുന്നതിൽ. This is my home. ഗൈസ് ഇതാണ് കാത്തിയുടെ പഴയ വീട്. നമ്മളങ്ങനെ കാത്തിയുടെ പഴയ വീട്ടിലെത്തിയിരിക്കുകയാണ്. പാരീസിൽ നിന്നും ജസ്റ്റ് 20 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ഈ വീട്. കത്തി ഭയങ്കര ഞൊക്ലാഞ്ചി അടിച്ച് നിൽക്കുകയാണല്ലേ കത്തി? You miss the home? That was my room. The one. അതാണ് കാത്തിയുടെ റൂം. സോ ഈ റൂമിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പണ്ട് വീഡിയോ കോൾ ചെയ്തത്. The one on the left is my sister. And the one on the right was mine. ഓക്കെ. Actually, the owners are not there, I think. ഞാനിവിടെ ഈ വീട്ടിൽ വന്നിട്ടില്ലെങ്കിലും എനിക്ക് ഈ വീട് സത്യം പറഞ്ഞാൽ നന്നായിട്ടറിയാം. നമ്മൾ പണ്ട് ചാറ്റ് ചെയ്ത് തുടങ്ങിയ സമയത്ത് ഞാനാണെങ്കിൽ വെറുതെ ഗൂഗിൾ സ്ട്രീറ്റൊക്കെ എടുത്ത് ഈ വീട് എപ്പോഴും നോക്കുമായിരുന്നു. ഇത് എവിടെയാണെന്ന് അറിയണമല്ലോ. അതിങ്ങനെ ഒരാളുണ്ടോ എന്നൊക്കെ അറിയാം, ഇത് റിയൽ ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഞാൻ ഈ വീടൊക്കെ എടുത്ത് നോക്കുമായിരുന്നു. ആൻഡ് വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഡോറിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഞാൻ കാത്തി വിട്ട് പടമൊക്കെ എടുപ്പിച്ചിട്ടുണ്ട്. റൈറ്റ് കാത്തി? യു റിമെമ്പർ യു ടേക്ക് എ ഫോട്ടോ ഇൻ ഹിയർ? With my parents. സോ അങ്ങനെ മൊത്തമൊരു നൊസ്റ്റാൾജിയ ഉള്ള സ്ഥലം. ഞാൻ വന്നിട്ടില്ലെങ്കിലും എനിക്ക് ഈ സ്ഥലം നൊസ്റ്റാൾജിയ ഉണ്ട്. ഗൈസ് നമ്മളങ്ങനെ വണ്ടി കാത്തിയുടെ പഴയ വീടിൻ്റെ അവിടെ പാർക്ക് ചെയ്തു. കാരണം പാരീസ് സിറ്റിയിലോട്ട് വണ്ടി കൊണ്ട് പോകുമെന്ന് പറഞ്ഞ വലിയ ചടങ്ങാണ്. അവിടെ പാർക്കിംഗ് കിട്ടാൻ വലിയ പ്രയാസം. അപ്പോൾ പിന്നെ അഥവാ പാർക്ക് ചെയ്താലും മുടിഞ്ഞ പാർക്കിംഗ് ഫീസാണ്. നമ്മളെന്തായാലും ഇവിടെ നിന്ന് ഇനി അവിടെ നിന്ന് ട്രെയിനിൽ കയറിയിട്ടുണ്ട്. ഈ ട്രെയിന് നമ്മൾ റൂം എടുത്തിട്ടുണ്ട്. റൂമിൽ പോകുന്നു, ഒന്ന് ഫ്രഷായിട്ട് നേരെ പാരീസ് സിറ്റിയിലോട്ട് ഇറങ്ങും. ഇന്ന് ആദ്യമായിട്ട് കാണാൻ പോകുന്ന മോൺമാർട്ടാണ്. നമ്മൾ റൂമിലെത്തിയിട്ട് ബാക്കി കാര്യം കാണിച്ചു തരാം. അങ്ങനെ ഒരു 600 കിലോമീറ്ററിലധികമുള്ള യാത്ര കഴിഞ്ഞ് നമ്മൾ റൂമിലെത്തിയിരിക്കുകയാണ്. പാരീസിന് ഒരല്പം സൗത്തായിട്ട് നമ്മൾ റൂം എടുത്തു. കാരണം സെൻട്രൽ പാരീസിലൊക്കെ വലിയ എക്സ്പെൻസീവാണ് റൂമിനൊക്കെ, ലക്ഷങ്ങളാണ് ഒരു നൈറ്റ്. ഇവിടെ വലിയ കുഴപ്പമില്ല, അത്യാവശ്യം സ്പേഷ്യസ് ആണ്. ഇതാണ് റൂം. സോ റൂം സെറ്റപ്പാണ്. റൂം കുഴപ്പമില്ല, നല്ല റൂമാണ്. ഇതിവിടെ പാരീസിൻ്റെ ഒരു അടിപൊളി ഫോട്ടോ വെച്ചിട്ടുണ്ട്. തിളങ്ങി നിൽക്കുന്നുണ്ട് ഈഫൽ ടവർ. ഇവിടെ നോക്കിയാൽ വലിയ വ്യൂ ഒന്നും ഇല്ല, എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം. അപ്പുറത്തെ റൂം പിന്നെ ബാത്റൂം നോക്കട്ടെ. അതെ, ഇതാണ് ബാത്റൂം. ലൈറ്റ് ഓക്കെ, ലൈറ്റ് ഉണ്ട്. ഇതാണ് നമ്മുടെ ബാത്റൂം. ഓക്കെ, അത്യാവശ്യം സെറ്റപ്പ് ഒക്കെ ഉണ്ട്, കുഴപ്പമില്ല. ദിസ് ഈസ് ലോണ്ട്രി റൂം. നമുക്ക് ഇതിൻ്റെ ആവശ്യം വരത്തില്ല. എന്തോ ദാറ്റ്സ് നോട്ട് അവേഴ്സ്, അത് നമ്മുടെ അല്ല. അപ്പോൾ ഇന്നത്തെ ഇനി അജണ്ട ഒന്ന് ചെറുതായിട്ട് ഫ്രഷ് ആവണം. നേരെ നമ്മളവിടെ പോകുന്നത് മോൺമാർട്ട് എന്ന് പറയുന്നത് പാരീസിലെ നോർത്തിലുള്ള ഒരു സ്ഥലമാണ്. അവിടുത്തെ ഒരു RC ചർച്ച് എങ്ങാണ്ടാണ് സാക്രക്ക്, ഫേമസ് ആണ്. അവിടെ പോകുന്നു. ഓക്കെ, അങ്ങനെ നമ്മൾ മെട്രോയിൽ കയറി മോൺമാർട്ടിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പാരീസ് മെട്രോ എൻ്റെ കൂടെ തന്നെയുണ്ട്. ഞങ്ങളങ്ങനെ മെട്രോ ഇറങ്ങി
മോൺമാർട്ടിലെത്തിയിരിക്കുകയാണ്. മോൺമാർട്ട് എന്ന് പറയുന്നത് പാരീസിൻ്റെ ഒരു 18 നമ്പർ അറോണ്ടിസ്മെൻറ്റിൽ വരുന്നതാണ്. ഈ സ്ഥലം ഹിസ്റ്റോറിക്കലി തന്നെ അതിൻ്റെ ഒരു ആർട്ടിസ്റ്റിക് ഹിസ്റ്ററിക്കും ബൊഹേമിയൻ വൈബിനും പ്രശസ്തമാണ്. We are at Montmartre, but we're like at the bottom of Montmartre. I've never been there actually. I always been on top. Really? Yeah. Ah. And I think if we're fast enough, we can even go in, get in. Sorry. Yeah, get in. Yeah. Everywhere. സോ ഗൈസ്, നമ്മളങ്ങനെ ആദ്യമായിട്ട് പാരീസിലെ ഫസ്റ്റ് ഐക്കണിൻ്റെ ഫ്രണ്ടിലെത്തി. ഫസ്റ്റ് ലാൻഡ്മാർക്ക് മോൺമാർട്ട്. മോൺമാർട്ട് എന്ന് പറയുന്നത് പാരീസിലെ ചെറിയൊരു ഹില്ലാണ് ഈ ഡിസ്ട്രിക്റ്റിലെ. ഇതിന് മുകളിൽ ഇരിക്കുന്നതാണ് ഈ സാക്രേ കഹ് എന്ന് പറയുന്നത്. ഇതൊരു ദേവാലയമാണ്, ഇതൊരു ഓർത്തഡോക്സ് ദേവാലയമാണ്. സോ നമ്മളിപ്പോൾ എൻ്റെ താഴെ നിൽപ്പുണ്ട്. Yeah. I mean, I've already been, so yeah. ഓക്കെ. ഇവിടെ നമുക്ക് സാക്രേ കഹ്റിൽ വരുമ്പോൾ പലതരത്തിലുള്ള ഈ ഫ്രാൻസിൻ്റെ പലതരത്തിലുള്ള ഇതുണ്ടോ കീ ചെയിൻ അതുപോലെയുള്ള സുവനീഴ്സൊക്കെ ഇവിടെ കാണുന്നുണ്ട്. അത് നമുക്ക് വാങ്ങാൻ കഴിയുന്നതാണ്. നമ്മളിവിടെ വന്നിട്ട് ഒരു കീ ചെയിൻ എടുക്കാനുള്ള പരിപാടിയാണ്. അതിൽ ഒരെണ്ണം നോക്കാം. Is there any good key chains? They are, but they're like for pigeons. Only for pigeons. That's the problem. Yes, I do. Okay. Take a C for Kathy. It's a C. C for Kathy. I'm going to order the key pass. Hey, hello. So, ഇവിടെ അതുപോലെ പിള്ളേർക്ക് കളിക്കേണ്ട പരിപാടി. What is this called? This thing? This is a carousel. Carousel. Okay. അങ്ങനെയുള്ള പരിപാടി കിടക്കുന്നു. നമ്മളിതിൻ്റെ മുകളിലോട്ട് ഇതുവരെ കയറിയിട്ടില്ല. ഇനി വേണം മുകളിലോട്ട് കയറാൻ. ഗൈസ്, ഞങ്ങളങ്ങനെ സാക്രേ കഹിലോട്ട് കയറുകയാണ്. കുറച്ചധികം സ്റ്റീപ്പായിട്ടുള്ള വേ ആണ് ഇത്. കുറേ അധികം പടികൾ നമ്മൾ കയറിയിട്ട് വരും. നമ്മൾ ഈ നടന്നു പോകുന്ന സ്ഥലങ്ങളെല്ലാം പണ്ട് ഹിസ്റ്റോറിക്കലി വളരെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ചിത്രകാരന്മാരെല്ലാം ഇരുന്ന സ്ഥലങ്ങളാണ് ഇത് കാണുന്നതെല്ലാം. ലോകപ്രശസ്തരായ പിക്കാസോ, വാൻ ഗോഗ് തുടങ്ങിയവരെല്ലാം ഇവിടെ ഇരുന്നാണ് ചിത്രങ്ങൾ വരച്ചിരുന്നത്. അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയ ആയിരുന്നു ഈ സ്ഥലം. എങ്ങനെയുണ്ട് കയറി വരുന്ന വഴിക്ക് കാത്തി പറയുന്നുണ്ട് താഴോട്ട് നോക്കരുതെന്ന്. എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. Why you told me that do not look downstairs? There's a pretty view there, so okay. I want you to wait. കാത്തി പറയാൻ താഴോട്ടൊരു പ്രറ്റി വ്യൂ ഉണ്ടെന്നാണ്. സോ നമുക്ക് താഴെ പോയിട്ട് നോക്കാം. സോ നമ്മളിവിടെ മുകളിലെത്തി. കാത്തി ഇതിനോട് താഴോട്ട് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്തെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മൾ നോക്കുകയാണ്. കാണിച്ചു നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാം. വാ, ഇതാണ് പാരീസിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ വ്യൂ ആണ് ഈ കാണുന്നത്. ഓ കണ്ട, അടിപൊളി. പൊളിയല്ലേ? അടിപൊളിക്കത്തി. പൊളിച്ചോ? എനിക്ക് മനസ്സിലായില്ല. അടിച്ചു പൊളിച്ചോ? വളരെ കൊള്ളാം. ഇത് മോൺപാർനാസ് ടവർ. ഓട്ടോ Montparnasse. Montparnasse. Where is Eiffel Tower? It's ഇവിടെ ഇത്രയും വലിയ ടൂറിസ്റ്റ് സ്ഥലമായത് കൊണ്ടായിരിക്കണം. പക്ഷെ ഇത് ടൂറിസ്റ്റുകൾക്കൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ നമ്മൾ ഇവിടെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരുപാട് സ്കാമുകൾ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഈ വഴിയിൽ. ഇവിടെ കൂടുതലും ഒരു ബ്ലാക്സ് ഒക്കെയാണ്. അവന്മാരെ കൊണ്ട് കയ്യിൽ കൊണ്ടൊരു സാധനം കെട്ടിത്തരും, ബ്രേസ്ലെറ്റ് എന്ന് പറയും. ആദ്യം പറയാൻ പൈസ ഒന്നും ആകത്തില്ല, വെറുതെ ഒന്ന് കെട്ടിത്തരും. നമ്മളുടെ സന്തോഷത്തിൽ കൊണ്ട് കെട്ടിത്തരും. നമ്മളെ കെട്ടിക്കൊണ്ട് അങ്ങോട്ട് കിടക്കുമ്പോൾ 5 യൂറോയോ 6 യൂറോ ഒക്കെ ചോദിക്കുന്നതാണ്. സോ അങ്ങനത്തെ ഇവിടെ സ്കാംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ വരുന്നവരതൊക്കെ ശ്രദ്ധിക്കുക. അല്ലേ കെത്തി? സ്കാംസ് മോൺമാർട്ടിന് മറ്റൊരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ പാരീസിൻ്റെ ഏറ്റവും ബെസ്റ്റായിട്ടൊരു പനോരമിക് വ്യൂ കിട്ടുന്നതാണ്. സോ ഗൈസ്, നമ്മളങ്ങനെ സാക്രേ കഹിൻ്റെ ഉള്ളിലോട്ട് കയറുകയാണ്. പാരീസിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ചർച്ച്
കാണിച്ചു നമുക്കിതിന് ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഇതിൻ്റെ ആ ഒരു പ്രൗഢിയും അതിൻ്റെ ഒരു വലിപ്പവും മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതുപോലെ ടൂറിസ്റ്റുകൾക്കും വിശ്വാസികൾക്കും ദൈവത്തിന് ഓഫർ ചെയ്യാനായിട്ട് ഇവിടെ നിന്നും മെഴുകുതിരി, കോയിൻസ് അതുപോലുള്ള വ്യഞ്ജനങ്ങൾ വാങ്ങി ഓഫർ ചെയ്യാവുന്നതാണ്. 1875 കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് 1940 കൺസ്ട്രക്ഷൻ അവസാനിച്ച ഈ ബിൽഡിങ് സാക്രഡ് ഹാർട്ട്, ജീസസിൻ്റെ സാക്രഡ് ഹാർട്ടിന് വേണ്ടിയാണ് നിർമ്മിച്ചിട്ടുള്ളത്. ക്യാത്തി ഇതിൻ്റെ മുന്നിലൂടെ പോകുമെങ്കിലും ഫസ്റ്റ് ടൈമാണ് ഇതിൻ്റെ ഉള്ളിൽ കയറുന്നത്. സോ എന്നെപ്പോലെ തന്നെ പുള്ളിക്കാരി എൻജോയ് ചെയ്യുന്നുണ്ട് ഇതെല്ലാം. നമ്മളെപ്പോലെ തന്നെ നിരവധി ടൂറിസ്റ്റുകളാണ് സാക്രഡ് കാണാൻ വരുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ഫ്രീ ആയതിനാൽ ആർക്ക് വേണോ എപ്പോൾ വേണോ വരാം. ഈ ഭാഗത്ത് സാക്രഡ് നിന്നും വാങ്ങുവാൻ കഴിയുന്ന സുവനീറുകളെല്ലാം പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ആർക്ക് വേണോ ഇവിടുന്ന് സാധനങ്ങളെല്ലാം വാങ്ങാം. പലതിനും ഒരു 20-25 യൂറോസൊക്കെയാണ് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത്. അത് റീസണബിളാണ് ഫ്രാൻസിൽ. എനിക്ക് ജീസസ് ക്രൈസ്റ്റിൻ്റെ ഈ ഒരു സുവനീർ ഇഷ്ടപ്പെട്ടായിരുന്നു. സാക്രഡ് പുറത്തിറങ്ങുമ്പോൾ മോൺമാർട്ടിലെ സ്ട്രീറ്റിലെ കാഴ്ചകൾ ഇതെല്ലാമാണ്. സ്ട്രീറ്റിന് ബോത്ത് സൈഡിലുമായിട്ട് നമുക്ക് മുഴുവൻ റെസ്റ്റോറൻറ്റുകളും ആർട്ടിസ്റ്റുകളും ബാക്കി കച്ചവടക്കാരെ എല്ലാം കാണാൻ കഴിയുന്നുണ്ട്. ടൂറിസ്റ്റുകളെ മാത്രം ലക്ഷ്യം വയ്ക്കുന്നതിനാൽ സ്വാഭാവികമായും ഇവിടുത്തെ റെസ്റ്റോറൻറ്റുകളിൽ വില ഒരല്പം കൂടുതലാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ ഈ സ്ഥലം ആർട്ടിസ്റ്റുകൾക്ക് വളരെയധികം പ്രശസ്തമാണ്. സോ അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലത്തും ഇവിടെ റോഡിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് ആർട്ടിസ്റ്റുകൾ നിലയുറപ്പിച്ചിട്ടുണ്ട്. അവർ നമ്മുടെ കാരിക്കേച്ചറുകളെല്ലാം വരച്ചു തരും. 10-20 റേറ്റ്. എൻ്റെ പിന്നിൽ കാണുന്ന ഏരിയയെല്ലാം മോൺമാർട്ടും അതിൻ്റെ സമീപത്ത് കുറേ ആർട്ടിസ്റ്റുകളൊക്കെ ഇരിക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ കാരിക്കേച്ചറൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അവർ വരച്ചു കൊടുക്കും. ഇവിടെ ഒരു ലോഡ് സുവനീർ ഷോപ്പും ബാക്കി ഉള്ള ഹോട്ടൽസ്, ചെറിയ റെസ്റ്റോറൻറ്റ്സ്, ടൂറിസ്റ്റുകളെ പിടിക്കാനായിട്ടുള്ള എല്ലാ പരിപാടികളും ഇവിടെ ഉണ്ട്. അമ്മയ്ക്ക് വേണ്ടി അമ്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും പാരീസിൽ വന്നില്ല, എന്തെങ്കിലും കൊണ്ടുപോകണമല്ലോ. അപ്പം മഞ്ജു, അതായത് എൻ്റെ അമ്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും എടുക്കാം. ഇവിടെ എല്ലാം ഈ ചെറിയ വാലറ്റ് പേഴ്സുകളുണ്ട്, എന്ന് പറഞ്ഞാൽ എടുക്കാം. സോ ഗൈസ്, നമ്മളവിടെ പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങി. മുടിഞ്ഞ വിലയാണ്. വെറും ഒരു വാലറ്റിനൊക്കെ അവന്മാർ 2000 രൂപയാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞൊരു 3 വാലറ്റ് വാങ്ങി. ഞാൻ പറഞ്ഞില്ല, ക്യാത്തി പറഞ്ഞ് പറയാനായിട്ട് എനിക്ക് ഫ്രഞ്ച് എറിഞ്ഞൂടാ. നമ്മൾ സംസാരിച്ച് 3 വാലറ്റ് വാങ്ങിയത് എവിടെ ഉണ്ട്, കയ്യിലിരിക്കുന്നുണ്ട്. ഇതുപോലത്തെ 3 വാലറ്റ് വാങ്ങി. ഒന്ന് എൻ്റെ അമ്മയ്ക്ക്, മാമിക്ക്, വലിയമ്മയ്ക്കൊക്കെ കൂടെ ഒക്കെ വാങ്ങിയതാണ്. അങ്ങനെ 3 വാലറ്റ്. വേറെ ഒന്നുമല്ല, കുറച്ച് സുവനീറായിട്ട്. പാരീസിൽ വന്നിട്ട് നമ്മൾ സുവനീർ, ഇത് എൻ്റെ ബൈക്കിന് വേണ്ടിയിട്ട്. പാരീസിൽ വന്നിട്ട് സുവനീർ വാങ്ങാൻ പോകുന്നത് ശരിയാണോ കത്തി? ശരിയാണോ? ശരിയല്ലേ? ശരിയാണോ? ശരിയല്ല. ശരിയല്ല. Word from an expert. നമ്മളങ്ങനെ സ്ട്രീറ്റ് സന്ദർശിച്ചതിന് ശേഷം ഒന്നുകൂടെ സാക്രഡ് മുന്നിലേക്ക് എത്തി. കാരണം ഇവിടെ ചില സമയങ്ങളിൽ പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നുണ്ട്. ഉണ്ടോയെന്നറിയാൻ വേണ്ടി വന്നു. ചെറിയൊരു പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു. ഗൈസ്, ഇതുപോലെ നമ്മളിവിടെ നിൽക്കുമ്പോൾ പ്രശ്നമാണ്, പലവന്മാരും പല സൈഡിൽ കൂടെ വരും. നമ്മളെ മൊത്തം സ്കാമേഴ്സാണ്. എന്തെങ്കിലും വിൽപ്പന, എന്തെങ്കിലും കയ്യിൽ ചരട് കെട്ട്, വേറെ എന്തെങ്കിലും പരിപാടി എന്നൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും ഒക്കെ വരും. എന്നിട്ട് ആദ്യം പൈസ വേണ്ടെന്നൊക്കെ പറയും. എന്നിട്ട് അവന്മാർ കയ്യിലെന്ത് ചരടെല്ലാം കെട്ടിയതിന് ശേഷം നമ്മളെയൊന്നും അല്ല, ജസ്റ്റ് 2 യൂറോ, ജസ്റ്റ് 5 യൂറോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കൊടുത്തില്ലെങ്കിൽ അവന്മാർ സ്വഭാവം ഒപ്പം മാറും. പോലീസൊക്കെ ഇവിടെ നിൽപ്പുണ്ട്, പക്ഷെ വലിയ കാര്യമൊന്നുമില്ല. അവന്മാർ തിരിഞ്ഞു നോക്കത്തില്ല. സോ ഗൈസ്, എൻ്റെ പിന്നിലുള്ള ഈ സ്ഥലം, ഇതൊരു ഇമ്പോർട്ടൻ്റ് ഫിലിം ഷൂട്ട് ചെയ്തൊരു സ്ഥലമാണ്. ആർക്കെല്ലാം അറിയാവോ? അതായത് ഒരു സിനിമയിലെ, ഒരു ഇംഗ്ലീഷ് ഫിലിമിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സീൻ ഷൂട്ട് ചെയ്തൊരു സ്ഥലമാണ്. ജോൺ വിക്ക് 4
ക്ലൈമാക്സ് ഫൈറ്റ് സീൻ ഉണ്ടല്ലോ, ജോൺ വിക്ക് കുറേ വില്ലന്മാരുമായിട്ടുള്ള ആ ഫൈറ്റ് ചെയ്തതാണ് ഈ കാണുന്ന സ്റ്റെപ്സ്. അവിടെ സാക്രക്ക്, ഇത് മോൺമാർത്ത് ഹില്ലാണ്, ഇവിടെ നിന്ന് കയറി വരുന്നത്. ഇവിടെ വെച്ചാണ് ഫൈറ്റ് ചെയ്തത്. അതിനുശേഷം നമ്മൾ താഴേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇത് കണ്ടത്. മൂലിൻ ഹൂഷ് എന്ന് പറയുന്നത് വേൾഡ് ഫേമസ് ക്യാബ്രെ പ്രോഗ്രാമാണ്. ലോകത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ക്യാബ്രെ പ്രോഗ്രാം നടക്കുന്ന സ്ഥലമാണ് ഈ കാണുന്നത്. ഇവിടുത്തെ ഈ കാണുന്ന ഈ ഒരു വിൻഡ് മില്ലും ഈ റെഡ് കളറും ഈ സ്ട്രീറ്റുമെല്ലാം വളരെയധികം ഫേമസ് ആണ്. പാരീസ് നൈറ്റ് ലൈഫിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് സ്ഥലമാണ് ഈ ഡെസ്റ്റിനേഷൻ. ക്യാബ്രെ പ്രോഗ്രാമാണ്. താല്പര്യമുള്ളവർക്ക് ഇവിടെ ടിക്കറ്റ് എടുത്ത് കാണാം. Do you want to see the show? താല്പര്യമുള്ളവർ ഇവിടെ ടിക്കറ്റ് എടുത്ത് കാണാം. പിന്നെ ഈ സ്ഥലത്തുള്ള കുറച്ച് ഈ ഏരിയയിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അത് ഇവിടെ മാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ അറിവിലുള്ള. സോ ഗൈസ്, ഈ ഷോപ്പിൻ്റെ ഒരു ഫോണോ ഷോപ്പാണ്. ഷോപ്പ് ഞാൻ കാണിച്ചു തരാം, അകത്തോട്ട് കയറുന്നില്ല. പാരീസിലെ ഈ സ്ട്രീറ്റിൽ വളരെ കോമണായി കാണപ്പെടുന്ന ടൈപ്സ് ഓഫ് ഷോപ്സാണ് ഈ കാണുന്ന സെക്സ് ഷോപ്സ്. ഇത് ഇവിടെ ഒളിഞ്ഞും മറഞ്ഞും ഒന്നുമല്ല, സിറ്റിയുടെ നടുക്ക് സെൻട്രൽ തന്നെയാണ് ഇവിടെ ഉള്ളത്. ആവശ്യമുള്ളവർക്ക് പോകാം, സാധനങ്ങൾ വാങ്ങാം. വളരെ കോമൺ ആയിട്ട് പാരീസിൽ കാണപ്പെടുന്ന ടൈപ്പ് ഷോപ്സാണിത്. ഇതുപോലെയുള്ള ഈ പോൺ ഷോപ്സ് ഈ സ്ട്രീറ്റിൻ്റെ രണ്ട് സൈഡിലായിട്ട് അനവധിയാണ്. ഇവിടെ മൊത്തം അത് തന്നെയാണ്. ഇതിൻ്റെ പേരുകളൊക്കെ അവൻ കോമഡിയാണ്, കുറേ കാണിച്ചു തരാം. ഇതുപോലെയുള്ള കുറേ ഷോപ്സ് ഉണ്ട് ഇവിടെ. ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ വാങ്ങി സാധനങ്ങൾ വാങ്ങാം, ആവശ്യമില്ലാത്തവർക്ക് ഇതുപോലെ നടന്നു പോവാം. ഗൈസ്, അങ്ങനെ കുറച്ച് നടന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും വിശന്നു. നമ്മളൊരു മക്കിൽ കയറി നടന്ന് തളർന്നു. ഇനി മക്ഡൊണാൾഡ്സിൽ കയറി എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. കൊള്ളാമോ മക്ഡൊണാൾഡ്സ്? കൊള്ളാമോ മക്ഡൊണാൾഡ്സ്? മക്ഡൊണാൾഡ്സ്. You're calling me. Is it good, Mama? Burger. Which burger is mine? Okay. There's a size difference indeed. So guys, നമ്മുടെ ഇന്നത്തെ ഡിന്നർ കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ നേരെ റൂമിലോട്ട് പോകുന്നു. ഇന്നത്തെ പാരീസിലെ കലാപരിപാടികൾ കഴിഞ്ഞു. നാളെയാണ് മെയിനായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് സംഭവം. നാളെ നമ്മൾ ഈഫൽ ടവർ കാണുകയാണ്. ഈഫൽ ടവർ. So Eiffel Tower tomorrow, right, Kathy? Yes. Big day tomorrow. Big day. Actually, ഇന്ന് നല്ല ടയർഡായിരുന്നു നമ്മൾ രണ്ടുപേരും. രാവിലെയുള്ള അത്ര നേരത്തെ ഡ്രൈവിങ്ങും ഒക്കെ കാരണം. ഇന്നിനി ഒന്ന് പോയിട്ട് നന്നായിട്ടൊന്ന് ഉറങ്ങണം. നാളെ രാവിലെ Eiffel Tower. So yeah. Bye.